നമസ്കാരം, ഞാൻ പ്രഗീഷ്. +2 അക്കൗണ്ടൻസി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടുകളെ കുറിച്ചിട്ടാണ്. പ്രധാനമായും പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഇതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിനെ കുറിച്ചും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ വരുന്ന ഏറ്റവും അവസാനത്തേതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് പാലിച്ചിരുന്നത്, അതേ നടപടിക്രമങ്ങൾ തന്നെയാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും സ്വീകരിക്കേണ്ടത്. ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ബാലൻസ് ഷീറ്റ് എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്, അതേ ഫംഗ്ഷൻ തന്നെയാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ബാലൻസ് ഷീറ്റിനുള്ളത്. കാരണം ഒരു ബാലൻസ് ഷീറ്റിൽ എപ്പോഴും നമുക്കറിയാം എന്തറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ടു നോ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇതിനു മുമ്പ് നമ്മൾ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പഠിച്ചിരുന്നപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിനെ കുറിച്ചും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ ട്രേഡിംഗ് അക്കൗണ്ടും ഒക്കെ നമ്മൾ വിളിക്കുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ്. നമ്മൾ പൊതുവെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ബാലൻസ് ഷീറ്റിനെ നമ്മൾ വിളിക്കുന്നത് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിനെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? കാരണം ഇത് എന്തിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ബാലൻസ് ഷീറ്റിലെ പോലെ തന്നെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ബാലൻസ് ഷീറ്റിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്, അസറ്റ്സും ലാബിലിറ്റീസുമാണ്. ഒരു അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനം വരുന്ന അസറ്റ്സും ലാബിലിറ്റീസും കാണിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്വാഭാവികമായ സംശയം തോന്നും, ഇവിടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എല്ലാം ഇല്ലാത്തതുകൊണ്ട് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു ഐറ്റം എങ്ങനെ വരും? അപ്പൊ ഇവിടെ ക്യാപിറ്റൽ, കാരണം നമുക്കറിയാം ഇതൊരു ബിസിനസ് അല്ല, ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് അല്ല ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായും സംശയം തോന്നുന്ന ഒരു മേഖലയാണ് എങ്ങനെയാണ് ഇതിൽ ക്യാപിറ്റൽ വരിക. ഇവിടെ ക്യാപിറ്റലിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട് എന്നൊരു ടേമാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ക്യാപിറ്റലിന് പകരം ഉപയോഗിക്കുന്ന ടേം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട് എന്നുള്ള ടേമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ക്യാപിറ്റലിനൊപ്പം സാധാരണ കാണിക്കുന്ന ക്യാപിറ്റലിനൊപ്പം എന്ത് ചെയ്യാം, നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യും, നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യണം നമ്മൾ ചെയ്യുക. സാധാരണഗതിയിൽ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുൻപ് പ്രിപ്പയർ ചെയ്ത ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്നത് രണ്ട് കാര്യങ്ങളാവും. ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. നമ്മൾ പ്രോഫിറ്റിനും ലോസിനും പകരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉപയോഗിക്കുന്ന രണ്ട് ടേംസ് ആണ്, ഒന്നുകിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ടിനൊപ്പം സർപ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം, ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യണം. സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവുമായിരിക്കും. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചേഴ്സ് കൂടുതലും ഇൻകം കുറവുള്ള സ്ഥിതിവിശേഷത്തിന് നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയുക. അപ്പൊ സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിനൊപ്പം ആഡ് ചെയ്യണം, ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ജനറൽ ഫണ്ടിൽ നിന്ന് ലെസ് ചെയ്യും വേണം. ഇങ്ങനെയാണ് ക്യാപിറ്റൽ ട്രീറ്റ് ചെയ്യുക. ഇനി ഈ സർപ്ലസും ഡെഫിസിറ്റും അല്ലാത്ത ചില ഐറ്റംസ് കൂടി എവിടെ വരുന്നുണ്ട്, ഈ ക്യാപിറ്റൽ ഫണ്ടിനൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന ചില ഐറ്റംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 3 ഐറ്റംസ് ആണ് പ്രധാനപ്പെട്ടതായി നമ്മൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എന്ത് മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ, ഓൺലി റവന്യൂ ഐറ്റംസ്. എന്ത് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തുള്ളൂ, റവന്യൂ ഐറ്റംസ് മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ. അപ്പൊ ചില ക്യാപിറ്റലൈസ്ഡ് ഐറ്റംസ് എവിടെ ഉണ്ടായിരിക്കും, ഈ ക്യാപിറ്റലിനൊപ്പം ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ വരുന്ന 2-3 ഐറ്റംസിനെ കുറിച്ച്, ഒന്ന് ലെഗസീസ്. അങ്ങനെ വരുന്ന ഒന്നാമത്തെ ഐറ്റമാണ് ലെഗസീസ്. ലെഗസീസ് എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെ വിൽ പ്രകാരം കിട്ടുന്ന മാറ്റിവെക്കുന്ന എമൗണ്ട്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഒരു വ്യക്തി അയാളുടെ വിൽ പത്രത്തിലൂടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലീഗൽ ഹയർസിന് കൊടുക്കാതെ വില്ലിലൂടെ മാറ്റിവെക്കുന്ന ആ എമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയുക, ലെഗസി. ലെഗസി എന്തുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരാളുടെ വിൽ പ്രകാരം മാറ്റിവെക്കുന്ന എമൗണ്ട് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്, ഒരു വലിയ എമൗണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ഇൻ റെക്കറിംഗ് നാച്ചർ. എന്തായിരിക്കും, തുടർച്ച ഉണ്ടാവില്ല. റെക്കറിംഗ് നാച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇൻകം എന്ന് പറയാൻ പറ്റും, റവന്യൂ ആയിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇത് റെക്കറിംഗ് നാച്ചർ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലെഗസീസ് സാധാരണ ഇതിൽ എന്താ ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ടിനൊപ്പം ആഡ് ചെയ്യാണ് ചെയ്യുക ലെഗസീസ്. ബിക്കോസ് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് ആൻഡ് ഇറ്റ് ഹാസ് നോ റെക്കറിംഗ് നാച്ചർ. എന്താണ്, അതിന്റെ റെക്കറിംഗ് നാച്ചർ ഇല്ല, അത് മാത്രമല്ല അതൊരു ഹ്യൂജ് എമൗണ്ടും കൂടിയാണ്. അതുപോലെ വരുന്ന മറ്റൊരു ഐറ്റമാണ് എൻട്രൻസ് ഫീസ്.
എൻട്രൻസ് ഫീസ് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു മെമ്പർക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലേക്ക് എൻട്രി കിട്ടാൻ വേണ്ടി അയക്കുന്ന ഫീസാണ് എന്ത് എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത്. ഈ എൻട്രൻസ് ഫീസ് സാധാരണ ചെറിയൊരു ക്ലബ്ബോ അല്ലെങ്കിൽ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, ചെറിയ എമൗണ്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ ഉൾപ്പെടുത്തും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സൈഡിൽ, ഇൻകം സൈഡിൽ ഉൾപ്പെടുത്തും. പക്ഷേ വെൻ ഇറ്റ് ഈസ് എ ഹ്യൂജ് എമൗണ്ട്, അതൊരു വലിയ എമൗണ്ട് ആവുന്ന സമയത്ത് എൻട്രൻസ് ഫീസ് എവിടെയാണ് ഉൾപ്പെടുത്തേണ്ടത്, ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ടിനൊപ്പം ആഡ് ചെയ്യാണ് ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ടിനൊപ്പം ആഡ് ചെയ്യാണ് ചെയ്യുക. എൻട്രൻസ് ഫീസ് വലിയ എമൗണ്ട് ആണ്. ചെറിയ എമൗണ്ട് ആണെങ്കിൽ അത് ഇവിടെ തന്നെ കാണിക്കും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ നിന്ന് കാണിക്കും. അതുപോലെ വരുന്ന മറ്റൊരു ഐറ്റമാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. നമുക്കറിയാം, ആജീവനാന്തമായിട്ട് ഒരു വ്യക്തി, ഒരു മെമ്പർ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അടയ്ക്കുന്ന എമൗണ്ടാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. അങ്ങനെ ലൈഫ് മെമ്പർഷിപ്പ് നമുക്ക് എന്തായാലും അറിയാം, ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. അതൊരു വലിയ എമൗണ്ട് ആയിരിക്കും. അത് മാത്രമല്ല ഇറ്റ് ഈസ് ഇൻ നോട്ട് റെക്കറിംഗ് നാച്ചർ. എന്തായിരിക്കും, റെക്കറിംഗ് നാച്ചർ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഇൻകം ആയിട്ട് നമുക്ക് കണക്കാൻ പറ്റില്ല, റവന്യൂ ഐറ്റമായിട്ട് കണക്കാൻ പറ്റില്ല. അപ്പൊ അതും ക്യാപിറ്റൽ ഫണ്ടിന്റെ ഒപ്പം ആഡ് ചെയ്യും. അപ്പൊ ബാലൻസ് ഷീറ്റിൽ സാധാരണ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്താണ്, അസറ്റ്സും ലാബിലിറ്റീസും തന്നെയാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുക. ക്യാപിറ്റലിന് പകരം എന്തായിരിക്കും, ക്യാപിറ്റൽ ഫണ്ടോ ജനറൽ ഫണ്ടോ ആയിരിക്കും. ഈ ക്യാപിറ്റൽ ഫണ്ടിന്റെ ഒപ്പം ജനറൽ ഫണ്ടിന്റെ ഒപ്പം ആഡ് ചെയ്യേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടുന്ന സർപ്ലസ് ആണെങ്കിൽ അത് ആഡ് ചെയ്യണം, ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യണം. അത് കൂടാതെ ആഡ് ചെയ്യേണ്ട 3 ഐറ്റംസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ലെഗസീസ്, രണ്ടാമത്തത് എൻട്രൻസ് ഫീസ്, മൂന്നാമത്തത് ലൈഫ് മെമ്പർഷിപ്പ്. ഇത് 3ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം സാധാരണ രീതിയിൽ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ബാലൻസ് ഷീറ്റ് ഏത് വിധമാണോ ടാലി ആവുന്നത് അതുപോലെ തന്നെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അക്കൗണ്ടും ടാലി ആവും. ഇനി ചില ഐറ്റംസ് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ലെഗസീസ്, എൻട്രൻസ് ഫീസ്, ലൈഫ് മെമ്പർഷിപ്പ്, കുറച്ച് ഐറ്റംസ് ഉണ്ട്. സം പെക്യൂലിയർ ഐറ്റംസ് എന്ന് പറയും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചുള്ള ചില പ്രത്യേക ഐറ്റംസ്. ഈ ഐറ്റംസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കൂടുതൽ പഠിക്കാനുള്ളത്. എങ്ങനെ അത് ഏതിൽ ഉൾപ്പെടും, ബാലൻസ് ഷീറ്റിലാണ് ഉൾപ്പെടുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് ഉൾപ്പെടുക എന്നൊരു ചെറിയ സംശയം. അത്തരം ചില സം പെക്യൂലിയർ ഐറ്റംസിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് എങ്ങനെയാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. സാധാരണ ഒരു ബാലൻസ് ഷീറ്റ് എങ്ങനെ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുമോ അതേ പ്രൊസീജിയർ തന്നെയാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ പാലിക്കേണ്ടത്. അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ കുറച്ചു മുമ്പ് എടുത്തു പറഞ്ഞ കുറച്ച് ചില പോയിന്റ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സം പെക്യൂലിയർ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. കോവിഡ് എന്നൊരു മഹാമാരി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വലിയൊരു ഭീഷണിയായി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലിരുന്ന് നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങളിലും പഠനേതര പ്രവർത്തനങ്ങളിലും വളരെ കാര്യക്ഷമമായി ഇടപെടേണ്ടത്. കാരണം ഇതൊക്കെ തരണം ചെയ്ത് നമുക്ക് വീണ്ടും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാവരും വീടുകളിൽ തന്നെ കഴിയുക, അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഗുഡ് ബൈ.